ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും ഇൻഷുറൻസിന്റെ പ്രീമിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലും ഇത്തരം കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ ആ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് ഭാവിയിൽ വരാൻ പോകുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള സ്ട്രോക്ക് ഇതുമാതിരിയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എടുക്കുന്ന ഒരു പ്രീമിയം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഹൈ ആയിട്ടുള്ള പ്രീമിയം ആയിരിക്കും വരിക. അതേപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും ലേസി ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ആളാണ്, വേറെ വർക്കൊന്നുമില്ല, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നല്ല ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല, മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, ഇതെല്ലാം തന്നെ നമ്മളുടെ പ്രീമിയത്തിന് ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ ഒരുപാട് ചോദ്യാവലികളുണ്ട്. നമ്മുടെ ഹാബിറ്റിനെ കുറിച്ച്, ഹിസ്റ്ററിയെ കുറിച്ച്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾക്ക് ഇൻഷുറൻസ് പോളിസി കൊടുക്കാൻ സാധിക്കുമോ എന്ന് കമ്പനി തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങണം എന്നുള്ളതും ഫിക്സ് ചെയ്യണം എന്നുള്ളതും ഒക്കെ നോക്കുന്നത് ഇത്തരം ഘടകങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ പരിപൂർണമായും നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ മാത്രമാണ് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും ഒക്കെ എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിനേക്ക് അടയ്ക്കേണ്ടി വരുന്ന ഇൻസ്റ്റാൾമെന്റ് തുകയിൽ നമ്മൾക്ക് കാര്യമായ കുറവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം സുരക്ഷിതമായിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഹാബിറ്റുകളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല ഒരു ഹെൽത്ത് പരമായ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളത്. അപ്പൊ കൃത്യമായ നല്ല ഫുഡുകൾ കഴിക്കുക, കൃത്യമായി എക്സസൈസ് ചെയ്യുക, അതുപോലെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക, നല്ല രീതിയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതെല്ലാം സഹായിക്കും. ഒപ്പം നമുക്ക് നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ സംരക്ഷണത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.